പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഖലിസ്ഥാൻ ഭീഷണി സന്ദേശം ചർച്ചയാകുന്നു. സിപിഎം രാജ്യസഭാ എംപിമാരായ വി ശിവദാസിനും എ റഹീമിനുമാണ് ഞായറാഴ്ച സന്ദേശം ലഭിച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം വന്നത്. ഇരുവരും ഉടൻ തന്നെ ഡൽഹി പോലീസിനെ വിവരമറിയിച്ചു. JOK പട്വൻ സിംപന്നു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന സംഘത്തിന്റെ പേരിലാണ് എംപിമാർക്ക് സന്ദേശം വന്നിരിക്കുന്നത്. സിഖുകാർ ഇന്ത്യയിലെ ജനപ്രതിനിധികൾക്ക് കീഴിൽ സുരക്ഷിതരല്ല. ഖലിസ്ഥാൻ ഹിതപരിശോധന ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത്. ഖലിസ്ഥാനെ അനുകൂലിക്കാൻ തയ്യാറായില്ലെങ്കിൽ എംപിമാർ വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ സുരക്ഷ വർദ്ധിപ്പിച്ചേക്കും. എല്ലാത്തരം സന്ദർശനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഇന്ന് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിനും തുടക്കമായി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ ഇന്ന് സാമ്പത്തിക സർവേ അവതരിപ്പിക്കും. നാളെയാണ് ബജറ്റ് പ്രഖ്യാപനം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. ബജറ്റ് സമ്മേളനം പ്രക്ഷുബ്ധമായേക്കുമെന്നാണ് പറയപ്പെടുന്നത്. നീറ്റ് പേപ്പർ ചോർച്ച മുതൽ റെയിൽവേ സുരക്ഷ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ രംഗത്തുവരും. ഞായറാഴ്ച സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ബജറ്റ് സമ്മേളനത്തിൽ സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടി. ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ സർക്കാർ തടസ്സം നിൽക്കരുതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ബജറ്റ് സമ്മേളനത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേര ഒഴിച്ചിടരുതെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷാംഗങ്ങളെ നിയമിക്കണമെന്നാണ് ആവശ്യം. കൻവാർ യാത്ര റൂട്ടിലെ ഭക്ഷണശാലകളോടും വണ്ടികളോടും അവരുടെ ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന മീററ്റ് സോണിന്റെ ADGയുടെ വിവാദ നിർദ്ദേശം പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് തീർത്ഥാടന വേളയിൽ കലാപത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് എംപിമാർ നൽകിയത്. കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ആന്ധ്രയ്ക്കും ഒഡീഷയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി വേണമെന്ന് അവിടെ നിന്നുള്ള എംപിമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എയിംസ് എന്നത് കേരളത്തിന്റെ ദീർഘകാല ആവശ്യമാണ്. ഒരു പക്ഷേ ഇത്തവണത്തെ ബജറ്റിൽ എയിംസ് സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായേക്കാം. കേരളം അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുപോലുള്ള ചില മിനുക്കുപണികളല്ലാതെ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിന് മാറ്റം വേണം. അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാണിജ്യ വിളകളുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികൾ, അതിനായുള്ള നിക്ഷേപവും കേരളത്തിന് കിട്ടേണ്ടതുണ്ട്. കടമെടുക്കൽ പരിധി, തീരദേശത്തെ പുനരധിവാസം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം എന്നിവയിലെല്ലാം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണ്ടതുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരം അനുകൂലമായ നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം.